കോഴിക്കോട് ഒറീഗ നമുക്ക് ഓർമ്മ ഉണ്ടാവും. കാരണം തലശ്ശേരി ഒറീഗേൻ്റെ പോലെ അത്ര വലിയ സെറ്റപ്പ് അല്ല. അതായത് നമുക്ക് സ്റ്റുഡിയോ ഇല്ല, അങ്ങനത്തെ പലതും ഇല്ല. പക്ഷേ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇന്നത്തെ ഇതിൽ പറഞ്ഞ ഒരു മാസ് ബിൽഡിംഗ് ആയിരുന്നു. കാരണം കോഴിക്കോടുള്ള ഒരു വലിയ ഹോട്ടലായിരുന്നു പാരമൗണ്ട് ടവർ. അപ്പം അത് പൂട്ടി, അതിന് കുറേ പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷമാണ് ഒറീഗ എന്ന് പറയുന്ന തായ് ഗ്രൂപ്പിൻ്റെ ആണല്ലോ. അപ്പോൾ തായ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഒറീഗ എന്ന് പറയുന്ന നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഫ്ലോറിലും അതിൻ്റെ താഴെ ഒറീഗൻ്റെ ഒരു പ്രൊഡക്ഷനും, ബാക്കി എനിക്ക് തോന്നുന്നു ഒരു 5 or 6 ഫ്ലോറ് മൊത്തം ഇങ്ങനെ ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഷംസീർ ഇതേമാതിരി എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഒരു 6-7 മാസമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഷംസീർ അവിടേക്ക് വരുന്നത് അല്ലേ? ഞാനവിടെ 3D, പ്രീമിയർ, കമ്പഷൻ ഇതൊക്കെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പ്രകാശ് സാർ പറയുന്നത്, പിന്നെ പഠിപ്പിക്കലും ലാബിലും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ട, ലാബിലേക്ക് നിൽക്കാൻ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഏതോ ഒരു രാവിലെയാണ് നീ അങ്ങോട്ട് എത്തിപ്പെടുന്നത്. അപ്പോഴും എനിക്കറിയില്ല കേട്ടോ, പണ്ട് നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്ത ആളാണ് വരുന്നതെന്നൊന്നും. പിന്നെ നമ്മളേതോ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് അന്ന് ഡോക്യുമെൻ്ററി ചെയ്ത ഞാൻ അന്ന് കണ്ട ആളാണ് ഇപ്പോൾ വന്നതെന്നുള്ളതും. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മളെ കൂടെ ഹസീബ് ഉണ്ടായിരുന്നു. ഹസീബ് അത്യാവശ്യം ക്യാമറയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, എഡിറ്റിങ്ങിന് താല്പര്യമുണ്ട്, അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പം നമ്മൾ 3 പേരും ചേർന്നിട്ടാണ്, എനിക്ക് തോന്നുന്നു അന്ന് എന്തോ ഒരു കോമ്പറ്റീഷനോ എന്തിനോ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന് വന്നപ്പം നമുക്കത് ചെയ്തൂടെ എന്നുള്ള ഒരു തോന്നൽ വന്നത്. അന്ന് എന്നിട്ട് നമ്മൾ ആ പാരമൗണ്ട് ടവറിൻ്റെ ഏതൊക്കെയോ റൂമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അല്ലേ, ലെസൺ.